ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. ഇന്ന് എനിക്ക് പ്രധാനമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അതായത് 40 കഴിഞ്ഞാൽ 40+ ലേഡീസ് 40 വയസ്സ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കിൻ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ ഫേസ് ഡ്രൈ ആകുന്ന കാര്യം ഒഴിവാക്കണം. കാര്യം മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണം നമ്മുടെ സ്കിന്ന്. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോഴാണ് ഈ പ്രായം പെട്ടെന്ന് സ്കിന്നിന് തോന്നിക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കണം. നല്ല എന്താ പറയുക, നല്ലൊരു ഇങ്ങനെ ഡ്രൈനെസ് ഒന്നും വരാണ്ട് നല്ലതായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടണം. അതിന് 40+ ആയവർ നിർബന്ധമായും എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമാക്കുക. ആക്കി കഴിഞ്ഞാൽ സ്കിന്ന് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും മനോഹരമായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും, നല്ല സോഫ്റ്റായിരിക്കും. പിന്നെന്താ പറയുക, പ്രായമൊന്നും പെട്ടെന്ന് പിടിക്കില്ല, ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നും പെട്ടെന്നൊന്നും വരില്ല. അപ്പോൾ അതെന്ത് കാര്യമാണെന്ന് അറിയണ്ടേ. അതായത് പല കാര്യങ്ങളും നമുക്ക് മുഖത്ത് തേക്കാം, പല ടൈപ്പ് ഓഫ് ഓയിൽസ് തേക്കാം, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മൾ വെന്ത വെളിച്ചെണ്ണ തേക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യം. പക്ഷേ കോക്കനട്ട് ഓയിൽ, അങ്ങനത്തെ കുറേ ഓയിൽസിന് ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ പോസിനെ ക്ലോഗ്, മനസ്സിലായില്ല. അപ്പോൾ ഒരു കൊമഡോജനിക് സ്റ്റൈലായിരിക്കും. അതായത് ക്ലോഗ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും, പോസിനകത്ത് കയറി അടഞ്ഞിരുന്നിട്ട് ബ്രേക്ക് ഔട്ട്സ് വരും. പക്ഷേ അതേസമയം ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു ഈ ഓയിൽ ഒരു കാരണവശാലും നമുക്കങ്ങനെ ക്ലോഗ് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ്. പല കാര്യങ്ങളും നമ്മൾ മുഖത്ത് തേക്കുമെങ്കിലും ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ്. ഇതിന് പ്രധാനമായിട്ട് ഇതൊരു കരിയർ ഓയിലായിട്ട് ഉപയോഗിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാം, കാസ്റ്റർ ഓയിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്തിനും പറ്റിയ ഒരു ബേസാണ് ഈ ഒരു ഓയിൽ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം, സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിന് സെബമാണ് നമ്മുടെ ഈ പോസിലൊക്കെ വഴി വരുന്നത്. ആ സെബത്തിനോളം ഈക്വലാണ് ഈ ഓയിലും. അപ്പോൾ സ്കിന്നിന് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സെബമാണോ ഇത് നമ്മൾ ഔട്ട്സൈഡ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഓയിലാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഏകദേശം ഒരുപോലത്തെ ഒരു ടെക്സ്ചറും ഒരേപോലത്തെ കോമ്പോണൻറ്റും ഒക്കെ തന്നെയാണ്, ഏകദേശം സെയിമാണ്. അപ്പോൾ ഈ ഓയിലിൻ്റെ പേര് പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തന്നെയാണ് ഹൊഹോബോ ഓയിൽ. പറയുമ്പോൾ ഹൊഹോബോ ഓയിൽ എന്ന് പറയുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. പക്ഷേ അത് വായിക്കുകയാണെങ്കിൽ അതെ JOBA ഇതാണ് അതിൻ്റെ സ്പെല്ലിങ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ജോജോബോ ഓയിൽ എന്നൊക്കെ പറയാൻ തോന്നും, പക്ഷെ അല്ല, ഹൊഹോബോ ഓയിൽ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാനിത് തീരുമ്പോൾ വാങ്ങി വെക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ന്യൂ ബോട്ടിലാണ് കേട്ടോ, അധികം ദിവസമൊന്നും ആയിട്ടില്ല മേടിച്ചിട്ട്. പക്ഷേ ഇതൊരു മസ്റ്റ് യൂസ് ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടാണ്. കുറച്ച് മതി, കുറച്ചെടുത്തിട്ട് നന്നായിട്ട് സ്കിന്നിൽ മസാജ് ചെയ്ത് കൊടുക്കുക, മുഖത്തും കഴുത്തിലുമല്ല. ഇത് എല്ലാ ദിവസവും ഡെയിലി ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് കുറവുള്ള കാര്യങ്ങളെല്ലാം, നമ്മുടെ സ്കിന്നിന് എവിടെയൊക്കെയാണോ മോയ്സ്ചറൈസിങ് കുറവുള്ളത്, അല്ലെങ്കിൽ ചിലപ്പോൾ പാച്ചസ് ആയിട്ടായിരിക്കും അവിടെയൊക്കെ ആയിരിക്കും, അത് മാറിക്കിട്ടും. നല്ല രീതിയിൽ മാറി നമ്മുടെ സ്കിന്നൊരു നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസ്ഡ് സോഫ്റ്റ് ലുക്കിലേക്ക് വരും. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആയി കഴിഞ്ഞാലാണ് അവിടെ റിങ്കിൾസ് വരുന്നു, ഫൈൻ ലൈൻസ് വരുന്നു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കുറേ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം, എന്തൊക്കെയാണ് വാട്ട് ആർ ദ റീസൺസ്, ഇതിൻ്റെ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യം. ഈ ഓയിലിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് മോയ്സ്ചറൈസിങ് ആയത് മാത്രമല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലാണ്, നോൺ കൊമഡോജനിക് ആണ്, അതായത് ക്ലോഗ് ചെയ്യില്ല, പിന്നെ അതുപോലെ തന്നെ അലർജിക്കൊന്നുമല്ല, ഹൈപ്പോ അലർജനിക് ആണ്, അതും ആണ്. അതായത് ഹൈപ്പോ അലർജനിക് എന്ന് പറയുമ്പോൾ അലർജി ഉണ്ടാക്കില്ല. പിന്നെ ഓയിൽ കൺട്രോൾ ചെയ്യും. കാര്യം നമ്മൾ എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷനൊക്കെ ഇത് പുരട്ടുകയാണെങ്കിൽ കൺട്രോൾഡ് ആകും. കാര്യം സ്കിന്നിനൊരു അലാറം പോലെ കിട്ടും. നമ്മളിത് പുരട്ടി കഴിഞ്ഞാൽ സ്കിൻ വിചാരിക്കും ഓൾറെഡി ഞാൻ ഓയിലൊക്കെ സെബമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതാണെന്ന് സ്കിന്നിന് തന്നെ ഒരു തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് സ്കിന്ന് ഓയിൽ പ്രൊഡക്ഷൻ തൽക്കാലം ഒന്ന് എക്സസ് ആയിട്ടുള്ളത് കുറച്ച് വയ്ക്കും. കാര്യം ആവശ്യാനുസരണം മതിയല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മൾ മുഖത്ത് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് വിചാരിക്കും ഇനി ഞാൻ എന്തായാലും സെബം പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിക്കാം. അപ്പോൾ ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിന്ന്, സൺബേൺ ആയ കാര്യങ്ങൾ, ആക്നി മുതലായ കാര്യത്തിനെല്ലാം ഒരു പരിഹാരമാണ്. ഹൊഹോബോ ഓയിൽ ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ഓയിലാണ്. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. മാത്രമല്ല മൾട്ടിപ്പിൾ
ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്, സ്കിന്നിന് ഉള്ള ബ്യൂട്ടിഫൈങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞല്ലോ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ക്ലോഗ് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമില്ല. സാധാരണ ഏതൊരു എണ്ണ എടുത്ത് മുഖത്ത് തേച്ചാലും അത് പോസി കയറി അടഞ്ഞിരിക്കുന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരുപാട് ഓയിൽസിന് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് കിട്ടുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നും വരാതെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് മീൻസ് നമ്മളൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു ഓയിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് മനസ്സിൽ കുറിച്ചിടാം. ഈ ഹൊഹോബ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കയിലൊക്കെ വളരുന്നൊരു പ്ലാന്റാണ്. ഇത് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിൽ പോലും, അങ്ങനത്തെ ഒരു ഡ്രൈ ഡിസേർട്ട് ക്ലൈമറ്റിൽ പോലും ഇത് വളരും, നന്നായിട്ട് ത്രൈവ് ചെയ്യും, നന്നായിട്ട് വളരും. പിന്നെ അതിൻ്റെ നട്ടിൽ നിന്നാണ് ഈ ഒരു ഹൊഹോബ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇത്രയും ബെനിഫിഷ്യലായിട്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു. കാര്യം നമ്മുടെ നാച്ചുറൽ സെബത്തിനോളം തന്നെ ഈക്വലായിട്ടുള്ള ഗുണവും പ്രോപ്പർട്ടീസും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ഓയിലിൻ്റെ ഗുണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഹൊഹോബ ഓയിൽ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാൻ കാര്യം ഇത് നമ്മുടെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ വാട്ടർ ശരിക്കും പറഞ്ഞാൽ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറിൽ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണത് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമ്മുടെ സ്കിന്ന് ഫീൽ ചെയ്യുന്നത്. ഞാനത് പുരട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പുരട്ടി കാണിച്ചു തരാം, ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ, മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരുന്നാൽ തന്നെ ആക്നെ പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒന്നും വരില്ല. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെ ഒഴിവായി കിട്ടും. അപ്പോൾ ഹൊഹോബ ഓയിലിന് ഒരു നാച്ചുറലായിട്ട് തന്നെ വൈറ്റമിൻ ഇയുടെ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ് വൈറ്റമിൻ ഇ. അപ്പോൾ ഇങ്ങനെ ഹൊഹോബ ഓയിൽ നമ്മൾ സ്കിന്നിൽ പുരട്ടി കഴിഞ്ഞാൽ ആ വൈറ്റമിൻ ഇയുടെ ഗുണം കിട്ടുന്നു എന്നതോടൊപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ആ ഒരു ഇഫക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ഈ പൊല്യൂഷനിലൊക്കെ ജീവിക്കുന്ന നമ്മൾക്ക് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാതെ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരും ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഓഫ് വൈറ്റമിൻ ഇ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലൊന്നും നമ്മൾ പുരട്ടേണ്ട ആവശ്യമില്ല. കാര്യം ഇതിൽ വൈറ്റമിൻ ഇയുടെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് എക്സ്പോസ് ടു അന്തരീക്ഷത്തിൽ, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിലുള്ള ടോക്സിൻസും പൊല്യൂട്ടൻസും ഒക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉണ്ടാകുന്നതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. അതിലേക്ക് കൊണ്ടുപോകാണ്ട് നമ്മളെ ഇതിനകത്തുള്ള വൈറ്റമിൻ ഇ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഹൊഹോബ ഓയിലിൽ അത് ഉണ്ട്, അത് നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. കാര്യങ്ങളിങ്ങനെ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു തരികയാണ്, അത്രേ ഉള്ളൂ. ഹൊഹോബ ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു ബൊട്ടാണിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബത്തിനോളം ഒപ്പം തന്നെ അതേ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഹൊഹോബ ഓയിൽ. സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്ത സെബമാണോ അതോ നമ്മൾ ഔട്ട്സൈഡ് ആപ്ലിക്കേഷൻ കൊടുത്തതാണോ എന്ന് പോലും സ്കിന്നിന് മനസ്സിലാവില്ല. അത്രയും സിമിലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായ ഗുണവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നോൺ കൊമഡോജനിക് ആയിട്ട് മാറുന്നത്. കാര്യം ഇത് നാച്ചുറൽ സെബം പോലെ ആയതുകൊണ്ട് സ്കിന്നിൻ്റെ പോസിനകത്ത് പോയി അത് ക്ലോഗ് ചെയ്ത് അല്ലെങ്കിൽ അടഞ്ഞ് ഇരിക്കുന്നില്ല, സ്മൂത്തായിട്ടിരിക്കും. ഈ ഹൊഹോബ ഓയിൽ സ്കിന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യുമെന്ന് പറയുമ്പോഴും ഇത് ഒരു വാക്സ് പോലെയാണ്. അപ്പം നമ്മുടെ ആവശ്യത്തിന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൂത്തിങ് ലെയർ പോലെ നമ്മുടെ സ്കിന്നിൻ്റെ മുകൾ ഭാഗത്ത് അതിങ്ങനെ നിന്നിട്ട് അതൊരു സീലിംഗ് പോലെയാണ്. സ്കിൻ അങ്ങോട്ട് സീൽ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ഓബ്ജക്റ്റും വന്ന് നമ്മുടെ സ്കിന്നിനെ അലർജിക് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കാതെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞാലൊന്നും തീരില്ല. അത്രയ്ക്ക് നല്ല പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ് നമ്മുടെ ഹൊഹോബ ഓയിൽ. അപ്പോൾ ഇതൊരു കരിയർ ഓയിലായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലൊക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഞാൻ ഇത്രയും അതിൻ്റെ ബെനിഫിറ്റ്സ് എടുത്തെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഹൊഹോബ ഓയിൽ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമാക്കണം എന്നുള്ളതിന് ഒരു സോളിഡ് റീസൺ ഉണ്ടാവണമല്ലോ. അപ്പോൾ ആ ഒരു റീസണിങ്ങിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നോക്കിക്കോളൂ, a few drops, എടുക്കുന്നു. ഇതൊരു എന്താ പറയുക, സ്കിന്നിന് ലൈഫ് കൊടുക്കുന്ന പോലെയാണ്. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ സ്കിന്നിന് വെള്ളം ആവശ്യമാണ്. അതുപോലെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സെബം. ആ സെബത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലൊക്കെ ഡ്രൈനെസ് വരുന്നത്. അപ്പോൾ എന്താ ചെയ്യണത്? അപ്പോൾ പകരം കൊടുക്കുന്ന അതിൻ്റെ ഒരു പോഷകമാണെന്ന് പറയാൻ വേണ്ടി സ്കിന്നിൻ്റെ എനർജിയും ഫുഡുമാണ് നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പാർട്ട് ഫ്രം വാട്ടർ.
എന്ത് കാര്യം ചെയ്യുമ്പോഴും കഴുത്ത് കൂടി ചെയ്യാൻ മറക്കണ്ട. ഇത് നന്നായിട്ട് സ്കിന്ന് അബ്സോർബ് ചെയ്യും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ സ്ലോക്സ്ബേയുടെ നട്ട് ജെല്ലി ഉപയോഗിക്കുന്ന കാര്യം. അതൊരു മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നത്. അതിനകത്തെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ജോജോബ ഓയിൽ. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുന്നേ, മേക്കപ്പ് ചെയ്തതിന് മുമ്പ് ഇങ്ങനെ ഓയിൽ പുരട്ടുന്ന ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മേക്കപ്പ് പുരട്ടുന്നതിന് മുമ്പ് ഇതിപ്പോൾ ഓയിലായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓയിലി ഫിനിഷായിട്ട് വരും. പക്ഷേ അതേസമയം ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസർ പോലെയുള്ള കാര്യം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെയാണ് ഞാൻ സ്ലോക്സ്ബേയുടെ നട്ട് ജെല്ലി ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ പോലെ ഇങ്ങനെ ഇരിക്കും. ഓയിലി ആയിട്ടുള്ള ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അത് അങ്ങനത്തെ ഒരു ജോജോബ ഓയിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെയും കാര്യങ്ങൾ ചേർത്തിട്ട് അത് ആ ഒരു രീതിയിൽ ഒരു ക്രീം ഫോമാറ്റിൽ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പിന് മുന്നേ ഒരു ബേസായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് സ്കിൻ കെയറാണ് സ്പെഷ്യലായിട്ട്. ഈ സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഡെയിലി കൊടുക്കേണ്ട വളമാണെന്ന് പറയും ഞാൻ. ഓക്കെ, വെള്ളവും കൊടുക്കുക എന്ന് പറയും. വെള്ളം ധാരാളമായിട്ട് നല്ല ഫ്രഷ് വാട്ടർ കുടിക്കണം. അത് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. ഭയങ്കര നല്ലതാണ്. വാട്ടർ നമ്മളൊരു 8 മുതൽ 12 ഗ്ലാസ്സൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം വളം കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഓയിൽ ട്രീറ്റ്മെൻറ്റ്. ഇത് പെട്ടെന്ന് തന്നെ സ്കിന്ന് അബ്സോർബ് ചെയ്യും. നമ്മുടെ സ്കിന്ന് ഏജ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. നമ്മുടെ പ്രായം അനുസരിച്ചിട്ട് സ്കിൻ ഏജ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 50 വയസ്സായി എന്ന് പറഞ്ഞാൽ 50 വയസ്സ് തോന്നിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പോൾ തോന്നിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. 50+ ആയാലും തോന്നിക്കാത്ത ആൾക്കാരുണ്ട്, 60+ ആയാലും തോന്നിക്കാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ മുന്നിൽ തന്നെ ഇഷ്ടംപോലെ സൂപ്പർ സ്റ്റാർസൊക്കെ ഇല്ലേ, 60+ ഒക്കെ കഴിഞ്ഞ് 70+ ആയിട്ടും ഇപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇപ്പോൾ ബൊട്ടോക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർജറീസും ഒക്കെ ഫേസ് ലിഫ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ചെയ്യുന്നത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. അല്ലാണ്ട് നമുക്ക് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് വലിയ നോൺ ഇൻവേസീവായിട്ടുള്ള മെത്തേഡ്സിലൂടെ നമ്മളെങ്ങനെ നമ്മുടെ സ്കിന്നിനെ സൂക്ഷിക്കുന്നു. അപ്പോൾ സ്കിൻ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ തോന്നിക്കുന്ന ഏജാണ് സ്കിന്നിൻ്റെ ഏജ്. അപ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രായത്തിനനുസരിച്ച് ചുളിവുകളും വരകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ ഏജ് തോന്നിക്കുന്ന രീതിയിൽ സ്കിന്ന് മോശമായിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ വരാണ്ടിരിക്കാനാണ് 40 വയസ്സ് തൊട്ട് തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ 35 വയസ്സിലേ സ്റ്റാർട്ട് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. 35 ഓൺവേർഡ്സ്, ഞാൻ ഇപ്പോൾ 40 എന്നൊരു പറഞ്ഞേ ഉള്ളൂ. 35 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ സ്കിന്നിൽ നമുക്ക് വല്ല കുറവുകളും വരും. അപ്പോൾ ഡ്രൈനെസ്, പാച്ചസ് ഓഫ് ഡ്രൈ പാച്ചസ്, കാര്യങ്ങൾ, പിഗ്മെൻറ്റേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആക്നെ, സ്കാർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ചെറുക്കാനായിട്ട് നമുക്ക് സ്കിന്നിന് കുറച്ച് എനർജി കൊടുക്കുക, കുറച്ച് വളം കൊടുക്കുക, കുറച്ച് അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് കൊടുക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ ഒരു ഓയിൽ തേച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇഫക്റ്റ്. ഇത് നോക്കിക്കോളൂ, കണ്ടല്ലോ. അപ്പോൾ രാത്രി പല ക്രീംസും തേച്ചിട്ടല്ലേ നമ്മൾ കിടന്നുറങ്ങുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ തേക്കുകയാണെങ്കിൽ വേറെ ക്രീംസൊന്നും വേണ്ടി വരില്ല. പിന്നെ വൈറ്റമിൻ സി സപ്ലിമെൻ്റാണ്. വൈറ്റമിൻ സി തേക്കുന്നത് നല്ലതാണ്, വൈറ്റമിൻ ഇ നല്ല. പക്ഷേ വൈറ്റമിൻ ഈ ഓയിലുണ്ടെങ്കിൽ പിന്നെ വൈറ്റമിൻ ഇയുടെ ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ക്രീംസ് വാങ്ങി മുഖത്ത് തേക്കണം എന്നില്ല. രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ജോജോബ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാലും മതി. ഇനിയിപ്പോൾ രാത്രിയല്ല, പകലാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ പകൽ സമയം ഇട്ടിട്ട് നടന്നാൽ കുറേ നേരം കഴിയുമ്പോൾ സ്കിന്നും അതൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പോകും. അതിങ്ങനെ പിന്നെ ഓയിലി ആയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വരുമൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ കാണില്ല, മുഖത്ത് ഓയിൽ പോലും കാണില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഓയിൽ കാണാനില്ല, എന്തായാലും ഇത്ര നേരം ഓയിലി ആയിട്ടൊക്കെ തോന്നി. പക്ഷേ ഇപ്പോൾ ഓയിലൊക്കെ ഇവിടെ പോയി. അതെല്ലാം എൻ്റെ സ്കിൻ എടുത്തിട്ട് പോയി. കാര്യം എൻ്റെ സ്കിന്നിന് അത് ആവശ്യമായിരുന്നു, അത്രയും ഓയിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സെബം പ്രൊഡക്ഷൻ അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ എൻ്റെ സ്കിന്നിങ്ങനെ ദാഹിച്ചിരിക്കുന്ന പോലെ ഈ കംപ്ലീറ്റ് ഓയിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവമാണ്. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എനിക്ക് വളരെ എഫക്റ്റീവാണ് ഈ ജോജോബ ഓയിൽ. എൻ്റെ സ്കിന്നുമായിട്ട് വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഇത് ഒരുവിധം എല്ലാവരുടെ സ്കിന്നുമായിട്ടും ചേർന്ന് പോകുന്ന ഒരു ഓയിലാണ്. എങ്കിലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ഇവിടെ ഈ ഭാഗത്തോ കയ്യിലോ കഴുത്തിലോ ഒക്കെ മാത്രം ഇട്ടിട്ട് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം മുഖത്ത് മുഴുവൻ തേക്കും. പക്ഷേ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ ഒരുവിധം നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ ഉള്ളവർക്കെല്ലാം ഇത് ഓക്കെയാണ്. പിന്നെ ഓയിലി സ്കിന്നുകാരുടെ കാര്യം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ എങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഓയിൽ മസാജൊക്കെ കൊടുക്കണം. കാര്യം അത് നന്നായിട്ട് 2-3 പ്രാവശ്യം മുഖം വാഷ് ചെയ്യണം. പിന്നെ ഫേസ് വാഷ് ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു നാച്ചുറൽ സെബം പ്രൊഡക്ഷൻ കൂടി പോകുന്ന കേസാണ്. അപ്പോൾ ഇത് പുരട്ടി കഴിയുമ്പോൾ എന്ത് പറ്റും, സ്കിന്നിനെ നമുക്ക് പറ്റിക്കും. അപ്പോൾ സ്കിന്നിന് ആവശ്യമില്ലാത്ത സെബം എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യില്ല, നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും ഇത് ഗുണം ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും എല്ലാ കോമ്പിനേഷൻ സ്കിന്നാണെങ്കിലും ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും നോർമൽ സ്കിന്നാണെങ്കിലും പറ്റിയ ഓയിലാണ് ഈ ഒരു ഹോഹോബോ ഓയിൽ. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഹോഹോബോ ഓയിലിനെ മാത്രം വർണ്ണിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഒരു കൊളാബല്ല. ഹോഹോബോ ഓയിൽ എന്നോട് പറഞ്ഞിട്ടില്ല ഇത് ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ഞാൻ പറയുകയാണ്, ഞാനൊരു നിങ്ങൾക്ക് ബെനിഫിഷ്യലാകുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഓക്കെ, ഇത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇതായിരിക്കണം ഓയിൽ, അത്രേ ഉള്ളൂ. ഹോഹോബോ ഓയിൽ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി, ഹോഹോബോ ഓയിലിൻ്റെ നല്ലൊരു ബ്രാൻഡ് നോക്കി മേടിക്കുക. ഓക്കെ, മസാജ് ചെയ്ത് സ്കിന്നിലേക്ക്. അപ്പോൾ സ്കിൻ എപ്പോഴും നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ നമ്മൾ സൂക്ഷിക്കുന്നു അതനുസരിച്ച് സ്കിന്ന് അതിൻ്റെ റിസൾട്ട് തരും. സ്കിന്ന് പ്രായം തോന്നിക്കാത്ത നല്ല സ്കിന്നായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കെയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് പ്രായത്തിനെക്കാട്ടിലും മുന്നേ വയസ്സാകും. ഓക്കെ, നമുക്കൊരു 40 വയസ്സാകുമ്പോൾ തന്നെ 50 വയസ്സിൻ്റെ സ്കിന്നായി മാറും. അതല്ല, നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ 50 വയസ്സിൽ നമുക്കൊരു 35 വയസ്സിൻ്റെ സ്കിന്ന് കിട്ടും. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രം ഓർമ്മിക്കുക. നമ്മളെ തന്നെ സെൽഫ് ലവ് ആണ് ഏറ്റവും വേണ്ടത്. നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. ഓക്കെ, നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ തോന്നും. അത് ഇപ്പോൾ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും അവിടെ വരുന്നില്ല. നമ്മളെ സ്നേഹിക്കുന്നു, അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നു. അപ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ എല്ലാം ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഉള്ളിൽ കഴിക്കുന്ന ഭക്ഷണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹെൽത്തി ആയിരുന്നാലല്ലേ നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങളെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. നമ്മുടെ കാര്യം നോക്കുന്നത് നമ്മൾ സെൽഫിഷ് ആകുന്നതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ഒരു വെൽനെസ്, വെൽബീയിങ്. നമ്മൾ ഹാപ്പി ആൻഡ് ഫിസിക്കലിയും മെൻ്റലിയും നമ്മൾ ഫിറ്റായിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റും. അപ്പോൾ കുടുംബത്തിൻ്റെ ആരോഗ്യം, സന്തോഷമൊക്കെ ഒരു വീട്ടമ്മയുടെ കയ്യിൽ ഭദ്രമായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ പ്രധാനപ്പെട്ട കുടുംബനാഥ അല്ലെങ്കിൽ ആ ഒരു ലേഡി ഫിറ്റായിരിക്കണം, ഫിസിക്കലി ആൻഡ് മെൻ്റലി. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ സെൽഫ് കെയർ ഉൾപ്പെടുത്തുക. സെൽഫ് ലവ്, സെൽഫ് കെയർ, അത്ര. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഓയിൽ വാങ്ങിച്ച് തേക്കാൻ മറക്കണ്ട. 40+ ഓർ 35+ ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ നിർബന്ധമായും ഉപയോഗിച്ചിരുന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും ഈ ഒരു ഓയിൽ. ഓക്കെ, അപ്പോൾ തംബ്നെയിലിൽ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ, എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടായത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചോളൂ. ഒരു ദിവസം പോലും മുടക്കണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മാറ്റം കണ്ടു തുടങ്ങും. ഒരു മാസം കഴിയുമ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചോളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.